നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് 2026 ജൂൺ മാസം ജ്യോതിശാസ്ത്ര പ്രകാരം വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്ന 11 നക്ഷത്ര ജാതകരെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. വളരെയേറെ ഉയർച്ചയും ഉന്നതികളുമാണ് ഈ നക്ഷത്ര ജാതകർക്ക് വരാൻ പോകുന്നത്. ഈ മാസം വ്യാഴമാറ്റത്തിൻ്റെ ഫലമായിട്ട് തന്നെ ആദിത്യൻ്റെയും ചൊവ്വയുടെയും അനുകൂലമായിട്ടുള്ള സഞ്ചാരം ഇവിടെ പറയുന്ന ഈ നക്ഷത്ര ജാതകർക്ക് ജീവിതത്തിൽ കൈവരിക്കുവാൻ പോകുന്നത് വളരെ വലിയ വിജയങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത്. അതിലാദ്യം തന്നെ അശ്വതി നക്ഷത്ര ജാതകരാണ്. പ്രവർത്തന മേഖലകളിൽ വലിയ വിജയങ്ങളാണ് ഈ നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ കൈവരിക്കുവാൻ ഭാഗ്യം സിദ്ധിക്കുന്നത്. ജീവിതത്തിൽ വലിയ പുരോഗതികളാണ് കൈവരിക്കുന്നത്. പുതിയ വീട്, വാഹനങ്ങൾ, എല്ലാവിധമായ ഉയർച്ചയും ഉന്നതികളും കാര്യവിജയങ്ങളും ഈ നക്ഷത്ര ജാതകർക്ക് കൈവന്ന് വലിയ തോതിലുള്ള സൗഭാഗ്യത്തിന് തുടക്കം കുറിക്കുന്ന ഒരു കാലഘട്ടവും നേട്ടത്തിലേക്കൊരു സമയമൊക്കെയാണ് ഈ നക്ഷത്ര ജാതകർക്ക് കൈവരിക്കുവാൻ പോകുന്നത്. തികഞ്ഞ ഈശ്വര വിശ്വാസത്തോടു കൂടി പ്രവർത്തിക്കുക. അതുപോലെ തന്നെ ഈ നക്ഷത്ര ജാതകർ ക്ഷേത്ര ദർശനങ്ങളൊക്കെ നടത്തുക. വളരെയേറെ ഈശ്വരവിശ്വാസത്തോടു കൂടി നിങ്ങൾ പ്രവർത്തിക്കുവാൻ തയ്യാറാണെങ്കിൽ ഉറപ്പായും നിങ്ങൾക്ക് വലിയ മാറ്റങ്ങളാണ് ഈ കാലയളവിൽ ഈശ്വരൻ നിങ്ങൾക്ക് കൊണ്ടുവരുന്നത്. അടുത്ത മകയിരം നക്ഷത്രമാണ്. സാമ്പത്തികപരമായിട്ട് വലിയ നേട്ടങ്ങൾ മകയിരം നക്ഷത്ര ജാതകർക്ക് വന്നു ചേരുന്നതായിരിക്കും. അതായത് കഴിഞ്ഞു പോയ സമയങ്ങളിൽ നിങ്ങൾക്ക് വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളും സങ്കടങ്ങളൊക്കെ ആയിരിക്കാം ഒരു പക്ഷേ ഈ വീഡിയോ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പോലും നിങ്ങൾ അനുഭവിക്കുന്നത്. ഇനിയുള്ള സമയം നിങ്ങളുടെ ജീവിതത്തിൽ തികച്ചും അപ്രതീക്ഷിതമായിട്ടുള്ള ധനലാഭങ്ങളാണ് ജീവിതത്തിൽ വരാൻ പോകുന്നത്. ഭാഗ്യദേവതയുടെ അനുഗ്രഹങ്ങളും കടാക്ഷങ്ങളും ധാരാളം ലഭിക്കുവാൻ അവസരം ലഭിക്കുന്ന സമയമാണ് ഈ മകയിരം നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം. നിങ്ങളുടെ കുടുംബത്തിൽ മകയിരം നക്ഷത്ര ജാതകരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായും അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. ഒരു ലോട്ടറിയൊക്കെ എടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. കാരണം ഭാഗ്യദേവതയുടെ അനുഗ്രഹം തെളിഞ്ഞു നിൽക്കുന്ന ഈ സമയം നിങ്ങൾക്ക് രാജയോഗം പോലും ജീവിതത്തിൽ ഉണ്ടായി കിട്ടുവാൻ ഭാഗ്യം സിദ്ധിക്കുന്നതായിരിക്കും. ആഗ്രഹ പൂർത്തീകരണങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. നിങ്ങൾ പ്രതീക്ഷിച്ച തൊഴിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവിധമായ സൗഭാഗ്യത്താലും ജീവിച്ച് വാഴുവാനുള്ള സാഹചര്യങ്ങളും അവസരങ്ങളും ഈശ്വരൻ നിങ്ങൾക്ക് തുറന്നു കിട്ടുന്ന ഈ സമയം നിങ്ങൾ വേണ്ട വിധം പ്രയോജനപ്പെടുത്തുക. മകയിര നക്ഷത്ര ജാതകർ കുടുംബക്ഷേത്രങ്ങളിലൊക്കെ പോയി കുളിച്ചു തൊഴുത് പ്രാർത്ഥിച്ച് കുടുംബദേവീ ദേവന്മാർക്ക് പ്രീതികരമായിട്ടുള്ള പൂജകളും വഴിപാടുകളും കർമ്മങ്ങളൊക്കെ നിറവേറ്റുക. അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ഐശ്വര്യങ്ങൾ കൊണ്ടുവരുന്നതായിരിക്കും. അത് തിരുവാതിര നക്ഷത്ര ജാതകരാണ്. വരുമാനത്തിൽ വൻ വർധനമാണ് തിരുവാതിര നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം ജൂൺ മാസം വരാൻ പോകുന്നത്. അതായത് 2026 ജൂൺ മാസം മുതൽ ഇനി അങ്ങോട്ടുള്ള സമയങ്ങൾ നിങ്ങൾക്ക് വെച്ചടി കയറ്റത്തിൻ്റെ സമയമാണ്. പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുവാൻ നിൽക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ തുറന്നു കിട്ടുന്നതായിരിക്കും. തിരുവാതിര നക്ഷത്ര ജാതകർ ശിവക്ഷേത്രങ്ങളിൽ പോയി ദർശനം നടത്തി പ്രാർത്ഥിക്കുക. ശിവമന്ത്രങ്ങളൊക്കെ ദിനവും ഉരുവിടുക. അതിരാവിലെ ഉറക്കമെഴുന്നേറ്റ് ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ മന്ത്രങ്ങൾ 108 തവണ ജപിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ അനുഭവിക്കുന്ന പ്രതിസന്ധിയും പ്രയാസങ്ങളും വിട്ടൊഴിയുന്നതായിരിക്കും. കുടുംബത്തിൽ സന്തോഷം വർദ്ധിക്കുന്ന സമയവും സാഹചര്യങ്ങളുമാണ് നിങ്ങൾക്ക് മുമ്പിൽ തുറക്കപ്പെടുന്നത്. ഈശ്വരൻ നിങ്ങളെ ജീവിതത്തിൽ കൈപ്പിടിച്ചു ഉയർത്തുന്ന ഈ സമയം നിങ്ങൾ വേണ്ട വിധം പ്രയോജനപ്പെടുത്തുക. ആത്മാർത്ഥമായി പരിശ്രമിക്കുന്ന ഓരോ വ്യക്തികളുടെ ജീവിതത്തിലും, അതായത് തിരുവാതിര നക്ഷത്ര ജാതകരുടെ ജീവിതത്തിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. മനസ്സിലെ ആകുലതകളും വിഷമങ്ങളും സങ്കടങ്ങളൊക്കെ നിങ്ങൾ പൂർണ്ണമായും എടുത്ത് മാറ്റി വെക്കുക. ഈശ്വരൻ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന പൂർണ്ണ വിശ്വാസത്തോടു കൂടി നിങ്ങൾ പ്രവർത്തിക്കുവാൻ തയ്യാറാണെങ്കിൽ ഉറപ്പായും ജൂൺ മാസം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളും വലിയ നേട്ടങ്ങളും ഉണ്ടായിക്കിട്ടുന്നതായിരിക്കും. അടുത്തത് പുണർദം നക്ഷത്ര ജാതകരാണ്. ആദിത്യൻ്റെയും ചൊവ്വയുടെയും അനുകൂലമായിട്ടുള്ള സഞ്ചാരം ജൂൺ മാസത്തിൽ പുണർദം നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ വലിയ അനുകൂലമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നടക്കുവാൻ കാരണമാകുന്നതായിരിക്കും. ഗവൺമെൻറ് ജീവനക്കാർക്ക് വളരെ നാളായി തടഞ്ഞു വെച്ചിരിക്കുന്ന ആനുകൂല്യങ്ങൾ ലഭിക്കുവാൻ കാരണമായി തീരുന്ന സമയമാണ്. ഉന്നത പദവിയിലേക്ക് ഉയർച്ച ലഭിക്കുന്നതായിരിക്കും. വിദേശ യാത്രയ്ക്ക് പോലും യോഗം കാണുന്ന സമയമാണ്. സാമ്പത്തികപരമായിട്ടുള്ള സകല ബുദ്ധിമുട്ടുകളും ഈ കാലയളവിൽ ഇവർക്ക് മാറിക്കിട്ടി നല്ല രീതിയിലുള്ള ധന വരവുണ്ടാകുന്ന സമയമാണ്. പുതിയ സംരംഭങ്ങൾ അനുകൂലമായിട്ടാണ് കാണപ്പെടുന്നത്. തുടങ്ങുന്നവർക്കും തുടങ്ങിയ വ്യക്തികൾക്കും അനുകൂലമായിട്ട് ഭവിക്കുന്ന സമയമാണ്. സാമ്പത്തിക ഭദ്രതയോട് കൂടിയുള്ള ഒരു കുടുംബജീവിതം നയിക്കുവാനുള്ള ഭാഗ്യവും യോഗങ്ങളും പുണർദം നക്ഷത്ര ജാതകർക്ക് ജൂൺ മാസം മുതൽ വരുന്നതായിരിക്കും. എല്ലാവിധമായ സാമ്പത്തിക അഭിവൃദ്ധിയും ഐശ്വര്യവും ജീവിതത്തിൽ ലഭിച്ച് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഉയർച്ച നിങ്ങൾക്ക് കൈവരിക്കുവാൻ കഴിയുന്ന സമയമാണ്. നിങ്ങൾക്ക് ക്ഷേത്ര ദർശനങ്ങളൊക്കെ നടത്തുക. അതിരാവിലെ കുളിച്ചെഴുന്നേറ്റ് പ്രാർത്ഥിക്കുക. കുളിച്ച് വൃത്തിയായിട്ട് വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ സകല സങ്കടങ്ങളും ദുരിതങ്ങളും വിട്ടൊഴിയുന്നതായിരിക്കും. അടുത്തതായി പറയാൻ പോകുന്ന നക്ഷത്ര ജാതകർ പൂയം നക്ഷത്ര ജാതകരാണ്. കരിയറിൽ വൻ വഴിത്തിരിവുണ്ടാകുന്നൊരു സമയമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ വൻ സാമ്പത്തിക നേട്ടങ്ങളും തൊഴിൽ സംബന്ധമായിട്ടുള്ള ഉയർച്ചകളും ഉണ്ടാകുന്ന സമയമാണ്. ഈ നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ദുഃഖ കാലഘട്ടങ്ങൾ പൂർണ്ണമായും അവസാനിച്ചിരിക്കുന്നു. ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് തുടങ്ങാൻ പോകുന്നത് ഭാഗ്യത്തിൻ്റെ നിമിഷങ്ങളാണ്. നിങ്ങളെ ഭാഗ്യം കടാക്ഷിക്കുന്ന കാലഘട്ടമാണ് നിങ്ങൾക്ക് മുമ്പിൽ തെളിയുന്നത്. അതുകൊണ്ട് തന്നെ തികഞ്ഞ ഈശ്വര വിശ്വാസത്തോടു കൂടി ഈശ്വര പ്രീതികരമായിട്ടുള്ള പ്രവൃത്തിയിലോട് കൂടി നിങ്ങൾ മുമ്പോട്ട് പോകുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായും സാമ്പത്തിക അഭിവൃദ്ധിയും ധനലാഭങ്ങളും ജീവിതത്തിൽ ഐശ്വര്യങ്ങളും കൈവരിക്കുവാൻ കഴിയുന്നതായിരിക്കും. അതുപോലെ തന്നെ മനസ്സിലെ പൂർണ്ണമായിട്ടുള്ള സങ്കടങ്ങളും വിട്ടൊഴിയുന്ന സമയമാണ്. ഇപ്പോൾ മനസ്സിലുള്ള ഒരു ആകുലതകളും ആശങ്കകൾക്കും ഒരു
വിരാമമുണ്ടാകുന്ന സമയമാണ് നിങ്ങൾക്ക് ഒത്തിരി ഭാഗ്യങ്ങൾ ജീവിതത്തിൽ കൈവരിക്കുവാൻ അവസരങ്ങൾ ലഭിക്കും. നിങ്ങളുടെ സങ്കടങ്ങളെല്ലാം പൂർണ്ണമായും അവസാനിച്ചു. ഇനി ഈശ്വരൻ്റെ ചൈതന്യവും കടാക്ഷങ്ങളും ജീവിതത്തിൽ ലഭിക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ ഈശ്വര പ്രീതികരമായിട്ടുള്ള പ്രവർത്തികളും പൂജകളും ചെയ്യുക. കുടുംബക്ഷേത്രങ്ങളിൽ പോയി കുളിച്ചു തൊഴുത് പ്രാർത്ഥിക്കുക. കുടുംബദേവീ ദേവന്മാർക്ക് പ്രീതികരമായിട്ടുള്ള വഴിപാടുകളൊക്കെ കർമ്മങ്ങളൊക്കെ നിറവേറ്റി കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന ചെറിയ തടസ്സങ്ങളൊക്കെ മാറി നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ജീവിത സാഹചര്യങ്ങൾ തുറന്നു കിട്ടുന്ന സമയമാണ്. അടുത്തായി പറയാൻ പോകുന്ന നക്ഷത്ര ജാതകർ മകം നക്ഷത്ര ജാതകരാണ്. ഔദ്യോഗിക രംഗത്ത് വലിയ അംഗീകാരങ്ങൾ ലഭിക്കുന്ന സമയമാണ് നിങ്ങൾക്ക്. അതുപോലെ തന്നെ അഭിമുഖ പരീക്ഷകളിൽ വിജയിക്കുവാനുള്ള സമയവും കൂടിയാണ്. നിങ്ങൾക്ക് തൊഴിൽ രംഗത്ത് മികച്ച വിജയം കൈവരിക്കുവാൻ കഴിയുന്ന സമയമാണ്. ഈശ്വര അനുഗ്രഹം ധാരാളം ലഭിക്കുന്ന ഈ സമയം നിങ്ങൾക്ക് തൊട്ടതെല്ലാം പൊന്നാക്കിക്കൊണ്ട് ജീവിതത്തിൽ മുന്നേറുവാൻ ഭാഗ്യം സിദ്ധിക്കുന്ന ഈ സമയമാണ്. ഈ നക്ഷത്ര ജാതകർ തികഞ്ഞ ഈശ്വര വിശ്വാസത്തോടു കൂടി നിങ്ങൾ പ്രവർത്തിക്കുക. എപ്പോഴും ഈശ്വരനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. നിങ്ങളുടെ ഇഷ്ട ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നിങ്ങൾ ഓരോ പ്രവൃത്തിയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഭാഗ്യദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചു തുടങ്ങുന്ന സമയമാണ്. വിദേശത്തൊക്കെ നിൽക്കുന്നവർ ഭാഗ്യാന്വേഷണം നടത്തുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ഭാഗ്യാന്വേഷണം തുടരുന്നത് ഉത്തമമായിരിക്കും. നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ളൊരു മാറ്റം അല്ലെങ്കിൽ അതിനുള്ള റിസൾട്ട് കിട്ടി തുടങ്ങുന്ന സമയമാണ്. ഭാഗ്യദേവതയുടെ അനുഗ്രഹം കൊണ്ട് തലവരെ തന്നെ മാറി മറിയുന്ന സാഹചര്യങ്ങളൊക്കെ മകം നക്ഷത്ര ജാതകർക്ക് ഉണ്ടാകുന്ന സമയവും കാലഘട്ടവും കൂടിയാണ്. അത് നിങ്ങൾ വേണ്ട വിധം പ്രയോജനപ്പെടുത്തുക. അടുത്തായി പറയാൻ പോകുന്ന നക്ഷത്ര ജാതകർ ഉത്രം നക്ഷത്ര ജാതകരാണ്. പുതിയ തൊഴിൽ സാധ്യത തേടുന്നവർക്ക് അനുകൂലമായിട്ട് ഭവിക്കുന്നൊരു സമയമാണ്. സാമ്പത്തിക രംഗത്ത് വലിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതായിരിക്കും. കടബാധ്യതയൊക്കെ പൂർണ്ണമായും മാറ്റി നിർത്തുവാനും അല്ലെങ്കിൽ അതിനൊരു ശമനം ലഭിക്കുകയും ചെയ്യുന്ന സമയമാണ്. നിങ്ങൾക്ക് ആശ്വാസകരമായിട്ടുള്ള വാർത്തകൾ നിങ്ങൾക്ക് തേടി വരുന്ന സമയമാണ്. തൊഴിൽ രംഗത്ത് വലിയ വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കും. സ്ഥാനക്കയറ്റങ്ങൾ ലഭിക്കുന്നതായിരിക്കും. സർക്കാർ സർവീസിൽ നിൽക്കുന്നവർക്ക് സ്ഥലമാറ്റങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരുവാനൊക്കെ കഴിയുന്നതായിരിക്കും. മനസ്സിലെ വിഷമതകളും സങ്കടങ്ങളൊക്കെ പൂർണ്ണമായും മാറ്റി നിർത്താൻ കഴിയുന്ന സമയമാണ്. ഗ്രഹനിർമ്മാണം തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. നിങ്ങൾക്ക് ഗ്രഹനിർമ്മാണം പൂർത്തീകരിക്കുവാനും നല്ല രീതിയിലുള്ള സമ്പത്ത് നേടുവാനും കഴിയുന്ന സമയമാണ്. ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് ഉറപ്പായും ജൂൺ മാസം വലിയ നേട്ടവും വലിയ ഉയർച്ചകളുമാണ് നിങ്ങൾക്ക് കൈവരിക്കുവാൻ പോകുന്നത്. അടുത്ത തൃക്കേട്ട നക്ഷത്രമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ തോതിലുള്ള സാമ്പത്തിക അഭിവൃദ്ധികളാണ് നിങ്ങൾക്കുണ്ടാകാൻ പോകുന്നത്. വ്യാഴം 9ാം ഭാവത്തിൽ നിൽക്കുന്നതോടുകൂടി തന്നെ വലിയ തോതിലുള്ള സാമ്പത്തിക നേട്ടങ്ങൾക്കും ഭാഗ്യങ്ങൾക്കും കാരണമായി തീരുന്ന സമയമാണ് നിങ്ങൾക്ക്. തൊഴിൽ രംഗത്ത് അഭിമുഖീകരിക്കുന്ന തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും മത്സരങ്ങളും ഒഴിഞ്ഞു കിട്ടുന്ന സമയമാണ് നിങ്ങൾക്ക്. ഒരുപക്ഷെ നിങ്ങളുടെ തൊഴിലിൽ നിങ്ങൾക്ക് ദോഷമായിട്ട് ഭവിക്കാൻ നിൽക്കുന്ന വ്യക്തികളിൽ നിന്നും നിങ്ങൾക്കൊരു ആശ്വാസം ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ അനുഭവിക്കുന്ന മാനസിക പ്രയാസങ്ങൾ എന്തു തന്നെ ആയിക്കൊള്ളട്ടെ, അതെല്ലാം നിങ്ങൾക്ക് മാറിക്കിട്ടും. മക്കൾക്ക് നല്ല തൊഴിലവസരങ്ങൾ ലഭിക്കുന്ന സമയമാണ്. മക്കളെ കൊണ്ട് സന്തോഷം ലഭിക്കുന്ന സമയമൊക്കെയാണ്. വലിയ തോതിലുള്ള ഉയർച്ചയും ഉന്നതികളും നിങ്ങൾക്ക് കൈവരിക്കുവാനും ഭാഗ്യം സിദ്ധിക്കുന്നതാണ്. തൃക്കേട്ട നക്ഷത്രക്കാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടങ്ങളും ഉയർച്ചകളും ഉണ്ടാകുന്ന സമയവും കാലഘട്ടവുമാണ്. അടുത്തത് മൂലം നക്ഷത്രമാണ്. ഈ നക്ഷത്ര ജാതകർക്ക് ബിസിനസ് രംഗത്ത് വലിയ പുരോഗതികൾ ഉണ്ടാകുന്നതായിരിക്കും. കർമ്മമേഖലയിൽ വലിയ ഉയർച്ചയും ഉന്നതികളുമാണ് കാണപ്പെടുന്നത്. മികച്ച ആസൂത്രണങ്ങളോടുകൂടി പ്രവർത്തിക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വലിയ വിജയങ്ങൾ നിഷ്പ്രയാസം നേടിയെടുക്കുവാൻ കഴിയുന്നതായിരിക്കും. അതുപോലെ തന്നെ കടബാധ്യത പൂർണ്ണമായും വീട്ടിക്കൊണ്ടുള്ളൊരു മുന്നോട്ടുള്ള യാത്ര നിങ്ങൾക്ക് തുടങ്ങാൻ കഴിയുന്നതായിരിക്കും. പണത്തിന് യാതൊരുവിധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഈ നക്ഷത്ര ജാതകർക്ക് ഇനി ഉണ്ടാവുകയില്ല. സമ്പൽ സമൃദ്ധിയും സൗഭാഗ്യങ്ങളും ഒരുപോലെ കാണപ്പെടുന്ന ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒത്തിരി നേട്ടങ്ങളും ഒത്തിരി വിജയങ്ങളുമാണ് മൂലം നക്ഷത്ര ജാതകർക്ക് വരാൻ പോകുന്നത്. ഉറപ്പായും ഈശ്വര വിശ്വാസത്തോടുകൂടി നിങ്ങൾ പ്രവർത്തിക്കുക. കുടുംബക്ഷേത്രങ്ങളിൽ പോയി കുളിച്ചു തൊഴുത് പ്രാർത്ഥിക്കുക. കുടുംബ ദേവീദേവന്മാർക്ക് പ്രീതികരമായിട്ടുള്ള പൂജകളും വഴിപാടുകളും കർമ്മങ്ങളൊക്കെ നിറവേറ്റി കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് അറുതി ഉണ്ടായി നിങ്ങളുടെ ജീവിതത്തിൽ ഈശ്വരൻ്റെ അനുഗ്രഹങ്ങളും കുടുംബ ദേവീദേവന്മാരുടെ അനുഗ്രഹങ്ങളും ലഭിക്കുന്നതോടുകൂടി തന്നെ നിങ്ങൾ വലിയ തോതിലുള്ള ജീവിത വിജയത്തിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരുവാൻ കഴിയുന്നതായിരിക്കും. ഇപ്പോഴത്തെ നിലവിലെ പ്രശ്നങ്ങൾക്ക് കാരണം കുടുംബ ദേവീദേവന്മാരുടെ അനുഗ്രഹവും പ്രീതിയും ലഭിക്കാത്തതുകൊണ്ടാണ്. ആ പ്രീതി ലഭിക്കുന്നതോടുകൂടി തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒത്തിരി ഉയർച്ചയിലേക്ക് നിങ്ങളുടെ ജീവിതം എത്തിച്ചേരുവാനും നിങ്ങൾക്ക് കഴിയുന്നതായിരിക്കും. അടുത്ത തിരുവോണം നക്ഷത്രമാണ്. നിരന്തരമായിട്ടുള്ള പരിശ്രമങ്ങൾ വിജയത്തിലേക്ക് എത്തുന്ന സമയമാണ്. ദാമ്പത്തിക ജീവിതത്തിലെ അഭിപ്രായ ഭിന്നതകളും വ്യത്യാസങ്ങളും മാറിക്കിട്ടതായിരിക്കും. ഒരു ധാരണയിലൂടെ നിങ്ങൾക്ക് മുമ്പോട്ട് പോകുവാൻ കഴിയുന്നതായിരിക്കും. വാഹനം വാങ്ങുവാനുള്ള യോഗങ്ങൾ കാണുന്നുണ്ട്. അല്ലെങ്കിൽ നിലവിലെ വാഹനങ്ങൾ മാറ്റി നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ വിറ്റുകൊണ്ട് പുതിയ വാഹനങ്ങൾക്കും യോഗം കാണപ്പെടുന്നുണ്ട്. സാമ്പത്തികപരമായിട്ടുള്ള പുരോഗതികളും ഐശ്വര്യങ്ങളുമാണ് നിങ്ങൾക്ക് മുമ്പിൽ കാണപ്പെടുന്നത്. സന്താന സൗഭാഗ്യം നിങ്ങളിൽ കാണപ്പെടുന്നുണ്ട്. എല്ലാവിധമായിട്ടുള്ള ദുഃഖ ദുരിതങ്ങളിൽ നിന്നും നിവാരണം ലഭിക്കുന്ന സമയമാണ്. ഉയർച്ചയോടുകൂടിയുള്ള ജീവിത സാഹചര്യങ്ങളാണ്. നിങ്ങൾ തൊടുന്ന ഏത് മേഖലകളിലും നിങ്ങൾക്ക് വിജയങ്ങൾ കൈവരിക്കുവാൻ തിരുവോണം നക്ഷത്ര ജാതകർക്ക് ജൂൺ മാസം കഴിയുന്നതായിരിക്കും. ഉറപ്പായും ഈശ്വര വിശ്വാസത്തോടുകൂടി നിങ്ങൾ പ്രവർത്തിക്കാൻ തയ്യാറാവുക. നിങ്ങൾക്ക് ഉന്നതമായ പദവിയിലേക്ക് എത്തിച്ചേരുവാനുമുള്ള ഭാഗ്യയോഗങ്ങളുണ്ട്. അടുത്തായി പറയാൻ പോകുന്ന നക്ഷത്ര ജാതകർ അവിട്ടം നക്ഷത്ര ജാതകരാണ്. ഈ നക്ഷത്ര ജാതകർക്ക് സമൂഹത്തിൽ അംഗീകാരങ്ങൾ ലഭിക്കുന്ന സമയമാണ്. വിനോദയാത്രകൾക്ക് തുടക്കം കുറിക്കുന്ന സമയമൊക്കെയാണ്. നിങ്ങൾക്ക് വളരെയധികം സന്തോഷവും സമാധാനവും നിലനിൽക്കുന്നൊരു സമയമാണ്. ഉറപ്പായും ഒത്തിരി ധനലാഭങ്ങൾ നിങ്ങൾക്ക് കൈവരിക്കുവാനും ഭാഗ്യം സിദ്ധിക്കുന്നതായിരിക്കും. മനസ്സിലെ സങ്കടങ്ങളും മനസ്സിൽ ഇപ്പോൾ നീറിക്കൊണ്ടിരിക്കുന്ന ആ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്ന സമയമാണ്. ഈശ്വര വിശ്വാസത്തോടു കൂടി നിങ്ങൾ പ്രവർത്തിക്കുക. ഈശ്വരൻ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുകൂലമായിട്ട് നിൽക്കുന്ന സമയമാണ്. നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള മാറ്റങ്ങളും
വലിയ രീതിയിലുള്ള ഉയർച്ചകളും സാമ്പത്തിക അഭിവൃദ്ധികളും നിങ്ങളുടെ കുടുംബത്തിൽ വന്നു ചേരുന്ന സമയമാണ്. ജീവിതത്തിൽ ഒത്തിരി ധനലാഭങ്ങളോടുകൂടി നിങ്ങൾക്ക് ജീവിതത്തിൽ അസാധാരണമായിട്ടുള്ള നേട്ടങ്ങൾ കൈവരിക്കുവാൻ കഴിയുന്ന വളരെ മികച്ചൊരു സമയമാണ്. വേണ്ട വിധം പ്രയോജനപ്പെടുത്തുക. ഈശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നതാണ്. എല്ലാ ദിവസവും നടക്കുന്ന നമ്മുടെ പൂജയിൽ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെ ഉൾപ്പെടുത്തുന്നതിനായി താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ നാളും പേരും ആഗ്രഹവും കമൻറ്റായി രേഖപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മൾ നടത്തുന്ന എല്ലാ ദിവസത്തെ പൂജയിലും നിങ്ങളെയും ഉൾപ്പെടുന്നതായിരിക്കും.